വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം സീനിയേഴ്സ് വൈസ്. എന്താ പറയാ നിനക്ക് പറ്റിയത്? കുറച്ചാൽ ഞാൻ ശ്രദ്ധിക്കുന്നു. നീ എന്നും പള്ളിയിൽ വന്നുകൊണ്ടിരുന്നല്ലേ? നീ അതിപ്പോൾ ഞായറാഴ്ചകൾ മാത്രമാക്കിയത്. അതുമല്ല, നീ ഇപ്പോൾ വിശുദ്ധന്മാരെ സേവിക്കുന്നില്ലല്ലേ? വിരുന്നിൽ പങ്കെടുക്കാൻ വന്നിട്ട് വിരുന്നുണ്ടാക്കാൻ പോകുന്നത് അല്ലാതെ അതച്ച കുമ്പസാരിക്കില്ല. കുമ്പസാരിക്കാതെ കുർബാന സ്വീകരിക്കുന്നത് പാവമല്ലേ? കുമ്പസാരിക്കും അപ്പോൾ തന്നെ പ്രശ്നം വരുന്നില്ലേ? നീ ഒഴിഞ്ഞു വാങ്ങും. എന്താ പറയുക? ഞാൻ കുമ്പസാരിക്കുന്നില്ല. കുമ്പസാരിച്ചൊരു കാര്യമില്ല സാർ. എത്ര കുമ്പസാരിച്ചാൽ വീണ്ടും വീണ്ടും പാപത്തിൽ വിട്ടുപോവുകയാണ്. പ്രലോഭനത്തെ കളയാൻ എനിക്ക് പറ്റുന്നില്ല സാർ. ഞാൻ തകർന്നു പോവുകയാണ്. നിങ്ങളൊക്കെ പറയുന്നത് പോലെ കുമ്പസാരിക്കുന്നു, കുർബാന സ്വീകരിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പക്ഷേ എൻ്റെ പ്രാർത്ഥന കർത്താവ് കേൾക്കുന്നില്ല. ഞാൻ പിന്നെ എന്തിനാണ് സാർ എടുക്കില്ല? മോനെ, നാം എല്ലാവരും മനുഷ്യരാണ്. അവൻ നമ്മുടെ ശത്രു. നമ്മൾ മനുഷ്യരെ പാപത്തിൽ പിടിക്കാൻ നോക്കിയിരിപ്പാണ്. ദൈവത്തിൽ നിന്ന് അകലുമ്പോൾ അവൻ കിണിയിൽ വിളിക്കും. കർത്താവ് മാത്രമാണ് നമ്മുടെ രക്ഷകൻ. നീ കേട്ടിട്ടില്ലേ? കർത്താവ് വന്നിരിക്കുന്നത് പാപിയെ തേടിയാണ്, അവനെ രക്ഷിക്കാനാണെന്ന്. കർത്താവ് രക്ഷിക്കുന്നപ്പോൾ നീ എന്തിനാണ് നിരാശപ്പെടുന്നത്? പ്രത്യാശ വരും. നീ നന്നായി എഴുതി വരും. ഞാൻ കാത്തിരിക്കാം.
ഉത്തരവുമില്ല. ആപത്ത് ഇങ്ങനെ വന്ന് കാണുമ്പോൾ നിനക്ക് ഞാൻ ചേർത്ത് പിടിച്ചുകൂടായിരുന്നില്ലേ? വിട്ടുകൊടുക്കാതിരിക്കാമായിരുന്നില്ലേ? കർത്താവേ, നിനക്ക് വേണ്ടതാണ്. ഞാൻ തീർന്നു. നീ എന്നെ രക്ഷിക്കാൻ ആരുമില്ല. മകനെ, നിന്നെ സ്നേഹിക്കാനായി നീ എൻ്റെ നിന്റെ ചാരനാണ് ഇപ്പോഴും എപ്പോഴും. ഒരുപക്ഷെ നിന്റെ ആവശ്യങ്ങൾക്ക് ചോദ്യങ്ങൾക്ക് നീ ആഗ്രഹിക്കുന്നത് നിനക്ക് കിട്ടിയെന്ന് വരില്ല. കാരണം അത് നിന്റെ നന്മയ്ക്ക് വേണ്ടി മാത്രമേ നൽകൂ. നിന്റെ പ്രതിസന്ധികളിൽ സഹനങ്ങളിൽ അവയെ അതിജീവിക്കാനുള്ള കരുത്തും മനസ്സും ഞാൻ പ്രദാനം ചെയ്യും. നിനക്ക് തരണം ചെയ്യാൻ സാധിക്കാതെ ഒരു സഹനവും നിനക്ക് തരും. പ്രിയപ്പെട്ട നിന്നെ ഞാൻ സ്നേഹിക്കുന്ന പോലെ ഈ ലോകത്തിൽ മറ്റാർക്കും നിന്നെ സ്നേഹിക്കാൻ പറ്റില്ല. കുഞ്ഞെ,